സിംഹം വന്നിറങ്ങിയിട്ട് ആകെ പ്രയാസമായ സമയത്ത് എല്ലാവരും ബേജാറിൽ സിംഹം ഇറങ്ങിക്കുന്നത്. ഇന്നിപ്പോ അതിനെ പിടിക്കാനും അതിനെ എന്തൊക്കെ ചെയ്യാനുള്ള സംവിധാനം അന്ന് അതൊന്നും ഇല്ല. അമ്പുറത്തെ സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനെ കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചയായിട്ട് ഒരു സമാധി ഇരുന്ന് കുറ്റം പറഞ്ഞെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ഇന്ന് വളരെ യാദൃശികമായിട്ട് ഞാൻ റീലുകളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലേക്ക് വന്ന റീലാണ്. ആ റീല് ഭയങ്കര രസമെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മമ്പുറം തങ്ങളുപ്പാപ്പ സിംഹത്തിനോട് ചൂടായി സംസാരിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? മായാവി കഥകളുമായിട്ട് മുസ്ലിയാക്കന്മാർ രംഗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഏതൊരു ചാനലിൽ ഇങ്ങനെ വന്ന വീഡിയോ ആണ് ഇത്. കണ്ട സമയത്ത് എനിക്ക് അന്തം വിട്ടുപോയി. നോക്കൂ, മനുഷ്യബോധ്യത്തിന്, മനുഷ്യ ചിന്തകൾക്ക് ഒട്ടും യോജിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുക്തിയുമായിട്ട് ഒത്തും ചേർന്ന് പോവാത്ത കഥകളാണല്ലോ ഇവന്മാരി പടച്ചു വിടുന്നത് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ ഒരു സമാധിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. സമാധിയെ ഞാൻ സത്യം പറയല്ല, ഞാൻ അംഗീകരിക്കാത്ത ഒരു സമാധിയെ ഞാൻ അംഗീകരിക്കുന്നില്ല. അതുപോലത്തെ ഇമ്മാതിരി കഥകൾ അംഗീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രിയ ഒരു അറബിക് അധ്യാപകനായിട്ട് സംസാരിച്ച സമയത്ത് ഏകദേശം നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ജാറങ്ങളും, അതായത് മഖാമുകൾ എന്നൊക്കെ പറയത്രേ, ജാറ മഖാമുകളും ഒപ്പം തന്നെ ഈ സമാധികളൊക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടിലും ഏതെങ്കിലും വളരെയധികം അറിയപ്പെടുന്ന ഏതെങ്കിലും വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയെ ദൈവമായിട്ടൊക്കെ ആരാധിക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറിപ്പോകുന്നതിനെ നമുക്ക് മഖാമുകളൊന്നും ജാറമൊന്നും സമാധി എന്നൊക്കെ പറയാമെന്നാണ് ആ ഒരു അധ്യാപകന്റെ ഒരു അഭിപ്രായം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും, അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ അഭിപ്രായം ഒന്ന് ഇതിന് താഴത്ത് എഴുതി വെക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞു വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്തി തരാം, ഒരു കുഴപ്പമില്ല. തിരുത്തി തന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ 100% തയ്യാറാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്, ഇനി നമ്മുടെ ആ ഒരു കല്ലറ അവിടെ പൊളിച്ചിട്ട് അവിടെ സമാധി മഹാസമാധിയേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനെ കളിപ്പിക്കുന്നുണ്ട്. അതേ കളിപ്പിക്കുന്ന രീതിയിൽ കളിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ അതേ രീതിയിൽ കളിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതും. നോക്കൂ, ഇനി ആ സമാധി വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ആ സമാധിയിലേക്ക് പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് പോയി പ്രാർത്ഥിച്ച ഒരു കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. വിവാഹം കഴിയാതിരുന്നൊരു കുട്ടി അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്ന് അവർ വിവാഹം കഴിഞ്ഞു. അസുഖം മാറാതിരുന്ന ഒരാൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആശുപത്രിക്ക് പോവാത്തിന് അസുഖം മാറി. മുട്ടുവേദനയുമായിട്ട് വന്ന ആള് അവിടെ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ മുട്ടുവേദന മാറി എന്ന് പറഞ്ഞിട്ടുള്ള കഥകൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇനി വരാൻ പോകുന്ന ഒരു 5-6 വർഷങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് വരും. അതിന്റെ ഭാഗമായിട്ട് ചുറ്റുഭാഗത്തുള്ള ആളുകളല്ല, പുറമേയുള്ള ആളുകൾ ആ ഒരു സമാധിയിലേക്ക് പോകുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട, അതങ്ങനെ നടക്കും. എന്നാൽ അതേപോലെ തന്നെ ഉള്ള കെട്ടുകഥകൾ പ്രചരിപ്പിക്കുകയും ആളുകളുടെ മുമ്പിൽ, ഈ ബോധമുള്ള ആളുകളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ ഒരു മടിയുമില്ലല്ലോ ഇവന്മാർക്ക് എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നിപ്പോകുന്നത്. ഒരാളും അവിടെ തിരുത്തി കൊടുക്കാനില്ലേ? ആരെങ്കിലും എതിർത്തിന് നീ എന്താണ് ഈ വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇമാതിരി പൊട്ടക്കഥകൾ പറയല്ലേ, ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കി പറയല് ആരും തിരുത്തി കൊടുക്കാനില്ലേ? ആ കഥ ഒന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് പറ. പുലിന്ന് ആദ്യം പറഞ്ഞിട്ടോ, സിംഹം എല്ലാവരും ബേജാറിൽ സിംഹം ഇറങ്ങിക്കുന്നത്. ഇന്നിപ്പോ അതിനെ പിടിക്കാനും അതിനെ എന്തൊക്കെ ചെയ്യാനുള്ള സംവിധാനം അന്ന് അതൊന്നും ഇല്ല. അമ്പുറത്തെ തങ്ങളുപ്പാപ്പ അങ്ങോട്ട് വന്നിട്ട് പുലിന്റെ സിംഹത്തിനോട് പറയുന്നു, കൂട്ടിലേക്ക് കയറാൻ സിംഹത്തിനോട് അമ്പുറം തങ്ങളുപ്പാപ്പ വളരെ ചൂടായി സംസാരിച്ചു. ഈ സിംഹം പൂച്ചക്കുട്ടിയെ പോലെ അമ്പുറത്തോരെ കാലിന്റെ ചുവട്ടിൽ വന്നിരുന്നതാണ്, എന്നിട്ട് കൂട്ടിൽ കയറിയെന്ന് ചരിത്രം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥ പറച്ചിലാണ്. നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ കഥ പറയില്ലേ, ചെറിയ കുഞ്ഞു കുട്ടികളോട്. എൻ്റെ മുമ്പിലേക്ക് ഒരു സിംഹം വന്ന് ഞാൻ കേരള എന്ന് പറഞ്ഞപ്പോൾ നേരാണ്ട് കൂട്ടിലേക്ക് കയറി പൂച്ചേനെ പോലെ കയറി എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ അതൊക്കെ അന്തം വിട്ട് കേട്ടിരിക്കും. പക്ഷെ ആ കുട്ടിത്തം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കഥകളൊക്കെ വെറും കെട്ടുകഥകളാണെന്നും ഇമാതിരി കഥകളൊക്കെ ഭയങ്കര ബോഷ്കാണെന്നും ഈ പ്രായത്തിൽ ഇത്തരം കഥകളൊക്കെ പറഞ്ഞിട്ട് ഇത് ആരോടായി പറയുന്നത്? കൊച്ചുകുട്ടികളോട്. എത്ര മുതിർന്ന ആൾക്കാരോടാണ് ഇല്ലാത്ത ഇത്തരം കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ എല്ലാ മതസ്ഥരും ഉണ്ട്. നോക്കി, ഈ അടുത്ത കാലത്ത് യേശുക്രിസ്തുവിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട്, കർത്താവിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് വോയിസ് നോട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി ഒരു വോയിസ് നോട്ട് പ്രചരിപ്പിച്ചിരുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഇത് എല്ലാ മതത്തിലുണ്ട്. ഇതിനെ നമ്മൾ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടതാണ്. അത്യാവശ്യം ബോധമുള്ള മലയാളികളൊക്കെ
ഒരുമിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ എതിർക്കണം. ഒരു സംശയമില്ല, ഈ വീഡിയോയ്ക്ക് താഴെ ഇദ്ദേഹത്തെ കളിപ്പിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളല്ലാതെ വേറൊന്നുമില്ല. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പോലുമില്ല. ഇമാതിരി വർത്തമാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് തേച്ചൊട്ടിക്കുകയാണ്. അങ്ങനത്തെ തേച്ചൊട്ടിക്കല് നല്ലതുപോലെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് മതത്തിനുള്ളിലും ഇമാതിരി യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തേക്കണം, ഒട്ടിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്തെന്നറിയില്ല, ഒന്ന് എഴുതിയൊക്കെ ശ്രമിക്കുക. ബൈ.